ഹലോ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഒക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് ഞാൻ. തുളസി നീരൊക്കെ കുടിച്ചു രാവിലെ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് എല്ലാവർക്കും സ്കൂളും ഓഫീസൊക്കെ ഉള്ള ദിവസമാണ്. അപ്പം വേഗം വിളക്കൊക്കെ കൊളുത്തി പൂജാ റൂമിൽ തൊഴുത് അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഞാനും ബാബുവേട്ടനും കൂടിയാണ് പോയത്. മക്കളൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ്, അരിയല്ലൂർ. ഞങ്ങൾ അവിടെ തൊഴുതു, വെണ്ണയൊക്കെ നീതിച്ചു. അതിൻ്റെ തൊട്ടിട്ട് തന്നെ ശിവൻ്റെ അമ്പലമുണ്ട്, അവിടെയും തൊഴുതു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഉപ്പുമാവും വെരികിയതൊക്കെ ഉണ്ടാക്കിയിരുന്നു. കൂവ വെരികിയതൊക്കെ ഉണ്ടാക്കിയിരുന്നു, പഴവും ഒക്കെ ഉണ്ടായിരുന്നു. ബാബുവേട്ടൻ അതൊക്കെ കഴിച്ച് ഉപ്പുമാവും ഇതൊക്കെ കഴിച്ചിട്ട് ഓഫീസിൽ പോയി. ഈവനിങ് വൈകുന്നേരം ആയപ്പോൾ, ഇത് തലേ ദിവസം ഞങ്ങൾക്ക് എല്ലാ വർഷവും അവിടെ അമ്പലത്തിൽ ചുറ്റുവിളക്ക് ഉണ്ടാവും. ഈ വൃശ്ചിക മാസത്തിൽ 41 ദിവസവും ഈ അമ്പലത്തിൽ ഓരോരുത്തരെ വകയായിട്ട് ഉണ്ടാവും. ഓരോ തറവാട്ടിൽ അവരെ വകയായിട്ട് ചുറ്റുവിളക്ക് കഴിക്കും. നിറമാലയും ഒക്കെ ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ. ഞങ്ങളത് ഏകാദശിയുടെ തലേ ദിവസമാണ് ഉണ്ടാവുക. ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, ഏകാദശീൻ്റെ. അങ്ങനെ പിന്നെ ഇതാ കൗശി മഞ്ചാടിയൊക്കെ വാരി അവിടെ ഉണ്ട്. അതൊക്കെ ചെയ്ത് ഞങ്ങൾ ചുറ്റുവിളക്ക് ഒക്കെ കത്തിക്കാനുള്ള പുറപ്പാടിലാണ്. തിരുമേനി നേരത്തെയാണല്ലോ, അപ്പോൾ ദീപാരാധന 5:45 5:50 ആകുമ്പോഴത്തേക്ക് തുടങ്ങും. അപ്പോൾ എല്ലാവരും നേരത്തെ, അമ്മയും ഇവരെ ചെറിയമ്മമാരും ഒക്കെ നേരത്തെ പോയിരുന്നു. എന്താ വെച്ചാൽ മുകളിൽ എല്ലാം ഇപ്പം വിളക്കൊക്കെ അവിടെ അമ്പലമൊക്കെ ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ വിളക്കുകളൊക്കെ പുതിയത് വെച്ചിട്ടൊക്കെ റെഡിയാക്കിയതാണ്. എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഒരുപാട് വിളക്കുകളുണ്ട് കത്തിക്കാനൊക്കെ. അപ്പോൾ കുറേ നേരം വേണം പറഞ്ഞിട്ട് എല്ലാവരും നേരത്തെ പോയിരുന്നു. ചെറിയമ്മമാരും അമ്മയും ഒക്കെ ഏട്ടനും ഒക്കെ പോയിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് കഴുകിയിട്ടാണ് പോയത്. മക്കളൊക്കെ കൗശിക്ക് ഡാൻസ് ക്ലാസ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെറിയച്ചന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തിരുമേനി വിളക്ക് പുറത്തേക്ക് തന്നപ്പോൾ ഞങ്ങളെല്ലാവരും വിളക്ക് ഓരോ ഭാഗത്തായിട്ട് കൊളുത്തൽ തുടങ്ങി. എന്നാലേ ദീപാരാധനയൊക്കെ ആകുമ്പോഴത്തേക്ക് വേഗം അടച്ചു കഴിഞ്ഞാൽ അപ്പോഴാണല്ലോ നമ്മൾ കത്തിക്കുക. വിളക്കുകൾ മൊത്തം നന്നായിരുന്നു, നല്ല തെളിഞ്ഞ് കത്തിയിരുന്നു. കാറ്റൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നേരം അങ്ങനെ കത്തിയതാ. എല്ലാവരും ഉണ്ട്, ചെറിയച്ചന്മാരും അമ്മയും ചെറിയമ്മമാരും ഒക്കെ ഉണ്ട്, മക്കളും ഒക്കെ ഉണ്ട്. അത് നല്ല രസമാണ്, എല്ലാ വർഷവും ഉണ്ടാവും അത്. അപ്പോൾ എല്ലാവരും കൂടി കൂടുന്നതൊരു രസമാണല്ലോ. അങ്ങനെ പിന്നെ മക്കൾ കൗശിയും നിത്തുട്ടനും പാർവിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഓടി കളിക്കുകയായിരുന്നു അവിടെ. ചെറിയച്ഛൻ്റെ മോളെ കുട്ടിയാണ് പാർവി. ഇത് ചെറിയച്ഛനാണ്. അപ്പോൾ വീഡിയോ എടുക്കണതിന് ഇത് പ്രവ്യാണ്, ചെറിയച്ഛൻ്റെ മോളാണ്. ഇങ്ങനെ പറയുമായിരുന്നു, ചെറിയച്ഛൻ വീഡിയോ എടുക്കണതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വരികയാണ് ഓരോന്നും. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് എത്തില്ല. അപ്പോൾ ലാഡറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. ലാഡർ അവിടേക്ക് ഇല്ല, അമ്പലത്തിലുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ വീട്ടിൽ പോയി മനു പോയി എടുത്തിട്ട് വന്നു ലാഡറൊക്കെ. അപ്പോൾ എല്ലാവരും വേഗം മുകളിൽ കത്തിക്കുകയാണ്. ഇത് ഒക്കെ ചെറിയമ്മമാരാണ്, എല്ലാവരും ഉണ്ട്. അപ്പം പിന്നെ അമ്പലത്തിലുള്ള അമ്പലത്തിൻ്റേതായ അവിടുത്തെ ആൾക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിളക്ക് കൊളുത്തി. അപ്പോഴേക്ക് പിന്നെ ദീപാരാധനയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ പോയി തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ പായസം ഇതൊക്കെ കഴിഞ്ഞ് ഒരു 6:45 7 മണിയൊക്കെ ആകുമ്പോഴാണ് അടച്ചു പൂജ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പായസം അങ്ങനെയുള്ളതൊക്കെ കിട്ടുക. അപ്പോഴേക്കും എല്ലാവരും വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് ഇങ്ങനെ നിന്നു അതിന് വേണ്ടിയിട്ട്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഉള്ളതാണ്. അങ്ങനത്തെ ദിവസം വരാൻ വേണ്ടി ഭയങ്കര പഠിക്കാനുണ്ടല്ലോ. അതേപോലെയാണ് ഇപ്പോൾ മക്കളും. ഞാനും വിചാരിക്കും അത് ഇവർ ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അന്നത്തെ ദിവസം അന്ന് മുഴുവനും രാത്രി വരെ അമ്പലത്തിലല്ലേ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അമ്പലക്കുളമൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ എന്താ വെച്ചാൽ വൃശ്ചിക മാസം ആയതുകൊണ്ട് ഒരുപാട് സ്വാമിമാരും ഒക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരമായ ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ അഖണ്ഡനാമം ഉണ്ട് അവിടെ, ഭിക്ഷയൊക്കെ ഉണ്ട് എല്ലാവർക്കും. അതൊക്കെ ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞപ്പോൾ തന്നെ സ്വാമിമാരും എല്ലാവരും വന്ന് ഇതായിട്ട് അഖണ്ഡനാമം ഒക്കെ ഉണ്ട്.
നടക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ എന്താ വെച്ചാൽ പ്രസാദമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം പോന്നു വീട്ടിലേക്ക്. പിന്നെ നമ്മൾ എണ്ണ കൊണ്ടുപോവുക ചെയ്തത്, വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോവുക ചെയ്തത്. അഖണ്ഡനാമം നടക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവർക്കും കൊടുത്ത് കഴിക്കലും ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഉള്ള നല്ലൊരു ദിവസമായിരുന്നു ഇന്നലത്തെ ഇത്. അത് കൂടെ പിന്നെ പിറ്റേ ദിവസം ഏകാദശീൻ്റെതും കൂടി കണ്ടുവല്ലോ. അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് ചെറിയ ഒരു വീഡിയോ എന്ന് പറയാം. എല്ലാ മക്കളൊക്കെ നല്ല രസമായിട്ട് അതൊക്കെ കാണുമ്പോൾ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വരെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബായ്.